മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സ് 28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. ഈശോ അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നമ്മെ നശിപ്പിക്കുവാനായി പരമാർത്ഥികളായ ക്രൈസ്തവ വിശ്വാസികളോട് പിശാച് പറയുന്ന ഒരു പല്ലവിയുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ പാപം ഭയങ്കരമാണ്, നിന്റെ നില ഏറ്റവും പരിതാപകരമാണ്, ദൈവം ശ്രമിച്ചാൽ പോലും നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഈ അഭിപ്രായം നമ്മെ നിരാശരാക്കുന്നു. പിശാച് നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നയാളെ ആദ്യം നിരാശനാകേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ശരിയാക്കുവാൻ സാധിക്കാത്തതായി യാതൊന്നുമില്ല. കുരുടരായ 2 പേർ ഈശോയുടെ പിന്നാലെ വന്നു. ഈശോയോട് നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഉവ്വ് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. ഈശോയുടെ കണ്ണുകളെ സ്പർശിച്ചു, അവർക്ക് കാഴ്ച കൊടുത്തു. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇന്നും ശക്തനാണ്. അതിന് ഈശോ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നയാഗ്ര ജലപാതത്തിന് മുകളിലൂടെ നദിയുടെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ഒരു കമ്പി വലിച്ചു കെട്ടി അതിന്മേൽ സൈക്കിൾ ഓടിച്ച് മറുകരയിലെത്താമെന്നൊരാൾ പരസ്യപ്പെടുത്തി. ഈ സാഹസകൃത്യം കാണുവാൻ അനേകർ വന്നുകൂടി. അയാൾ ജനത്തെ അഭിസംബോധന ചെയ്തു, ഇത് ഞാൻ ചെയ്യുമെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുവെന്ന് ചോദിച്ചു. എല്ലാവരും അടുത്തു നിന്നു. ഒരാൾ മുന്നോട്ട് വന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കളിക്കാരൻ അയാളോട് വിശ്വസിക്കുന്നു എന്ന് ആവർത്തിച്ചു ചോദിച്ചു. വിശ്വസിക്കുന്നുവെന്ന് വീണ്ടും പറഞ്ഞു. തന്റെ കൂടെ സൈക്കിളിൽ ഇരിക്കുവാൻ അയാളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അയാൾ അതിന് തയ്യാറായില്ല. വായ്കൊണ്ട് വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ലായിരുന്നു. നാം കർത്താവിനെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ അവനായി സമർപ്പിച്ച് അവനോടുകൂടെ ജീവിതയാത്ര ചെയ്യണം. അപ്പോ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഈശോ പ്രവർത്തിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.